ഹായ് ഗൈസ്, മാർക്കറ്റ് മിനിസ്റ്റിൻ്റെ പുതിയൊരു ഡെയിലി ടെക്നിക്കൽ ടോക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിക്കാം ആദ്യം. അതിനുശേഷം നമുക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ ചാർട്ട് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് ബ്രെഡ്ത്ത് അനാലിസിസും കൂടെ ചെയ്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ഡൈവ് ഇൻ. പല വീഡിയോകളിലും നമ്മൾ പറയുകയുണ്ടായി ഇതിൻ്റെ മുന്നത്തെ ഇവിടെ നിഫ്റ്റിയിൽ ഒരു 3 ടെസ്റ്റ് ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്കിന് ശേഷം ചെറിയൊരു ടെസ്റ്റ്, അതായത് ഈ ട്രെൻഡ് ലൈനിലേക്ക് വീണ്ടും ഒരു പുൾ ബാക്ക് വന്നു. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ചെറിയൊരു കറക്ഷൻ തന്നെയാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. നമ്മളിത് 1 hour ടൈം ഫ്രെയിമിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഡെയിലി ടൈം ഫ്രെയിമിൽ വെച്ച ട്രെൻഡ് ലൈനാണ്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് തിരിച്ചൊരു റീടെസ്റ്റ് ട്രെൻഡ് ലൈനിലേക്ക് വന്നു. ആ ട്രെൻഡ് ലൈൻ വരെ എത്തിയില്ല, കാരണം മുകളിൽ നിന്ന് വരുന്ന ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ഓൾമോസ്റ്റ് ആ ലെവലിലേക്ക് വന്നിട്ട് ആ ലെവലിൽ തട്ടി ആ ലെവലിൽ തന്നെ ഒരു ഡബിൾ ടോപ്പ് കൈൻഡ് ഓഫ് എ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ആ ഡബിൾ ടോപ്പിൻ്റെ നെക്ക് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഓൾറെഡി ഈ 1, 2, 3 പ്രാവശ്യം സപ്പോർട്ട് എടുത്ത് ഈ ലെവലിലേക്ക് വീണ്ടും നിഫ്റ്റി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ലെവല് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് മാർക്കറ്റിൽ. ഇറ്റ് ഈസ് അറൗണ്ട് 25,700 or 800 ആ ഒരു റേഞ്ചിലാണ് ഈ ലെവലുള്ളത്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി നിഫ്റ്റിയിൽ നമുക്ക് ഈ കാണുന്ന ലെവലുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, അതായത് 25,400 അറൗണ്ട് ദോസ് ലെവൽസ്, റൈറ്റ്. പക്ഷേ ഡെഫിനറ്റ്ലി ഈ ഒരു വി ഓൾറെഡി ഗോട്ട് എ 3 ടെസ്റ്റ് ട്രെൻഡ് ലൈൻ ഹിയർ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് ചെറിയ രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നിഫ്റ്റി മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് നിഫ്റ്റി. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്നും കൂടെ പോയി പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ കൈൻഡ് ഓഫ് എ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ഷോൾഡർ ഓൾമോസ്റ്റ് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഓൾറെഡി 2 days ഓഫ് സെല്ലിംഗ് നിഫ്റ്റിയിൽ വന്നു. മേ ബി ചെറിയൊരു ബൗൺസിന് ശേഷം വീഴുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫോൾ നമുക്ക് കിട്ടും. കാരണം ഇതൊരു എക്സ്ട്രീംലി ഗുഡ് സപ്പോർട്ട് ലെവലാണ്. കാരണം നമുക്കൊരു 50 EMA സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ലെവൽസ് ഓഫ് സപ്പോർട്ട് ലെവലാണിത്, പ്രൈസിൻ്റെ സപ്പോർട്ട് ലെവൽസാണിത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 50 DMA വന്നപ്പോൾ നിഫ്റ്റി ഒരു നല്ലൊരു മൂവ് അപ്സൈഡാണ് തന്നിരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു എക്സ്ട്രീംലി ഗുഡ് സപ്പോർട്ട് ലെവലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു ലെവൽ അത് കഴിഞ്ഞാൽ മേ ബി 200 EMA ആയിരിക്കും നിഫ്റ്റീൻ്റെ സപ്പോർട്ട് ലെവൽസ് നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെയാണ്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലേക്ക് വന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രീം ഫോൾ ആയിരുന്നു. ഈ ഫോളിന് ശേഷം ഈ ഒരു ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നത് കാരണം ഓൾറെഡി 8-9 ദിവസത്തെ സ്ട്രെയിറ്റ് ഫോളാണ് നമ്മൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ കണ്ടത്. അതിനുശേഷം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ചെറിയൊരു പുൾ ബാക്ക് ഓൾമോസ്റ്റ് ഈ ലെവലിലേക്ക് തന്നെ വന്നു. ആ പുൾ ബാക്കിന് ശേഷം 1 hour ടൈം ഫ്രെയിമിൽ പോയി കഴിയുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ 3 ടെസ്റ്റ് ട്രെൻഡ് ലൈൻ അല്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു പുൾ ബാക്കിന് ശേഷം ഒരു ബ്രേക്ക് ഡൗൺ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുൾ ബാക്കിന് ശേഷം ഒരു ബ്രേക്ക് ഡൗൺ ഡെഫിനറ്റ്ലി ഈ ലെവൽസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വീണ്ടും താഴത്തേക്കുള്ള മൂവ്മെൻറ്റ്സ് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ ഒരു ലെവൽസ്, അതായത് 16,200, 300 ലെവൽസിലേക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും താഴത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെയും നിഫ്റ്റി 50യുടെ അനാലിസിസ്. നമുക്ക് ഇനി ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോകാം. ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബ്രെഡ്ത്ത് ഒരു ഓവർ സോൾഡ് കൈൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതായത് ലൈക്ക് സ്വിംഗ് ട്രേഡിംഗ് എന്ന സംഭവമേ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ബ്രെഡ്ത്ത് അനാലിസിസ് വീണ്ടും നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്സ് എബവ് 200 DMA ഓൾമോസ്റ്റ് സെയിം സിനാരിയോയിലാണ്. 27-29%, അതായത് 29-27% സ്റ്റോക്സ് മാത്രമേ അതിൻ്റെ 200 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിലുള്ളൂ. ടോട്ടൽ NSE എന്ന് പറഞ്ഞൊരു പറഞ്ഞ ഒരു എക്സ്ചേഞ്ച് എടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ സ്റ്റോക്സും, NSEയിലെ ബാക്കി എല്ലാ സ്റ്റോക്സും, അതായത് 27 കഴിച്ച് ബാക്കി എത്ര 100ൽ 27 കഴിച്ച് ബാക്കി എത്രയാണോ അത്രയും സ്റ്റോക്സ് എല്ലാം അതിൻ്റെ 200 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ താഴെയാണ് അല്ലേ. ഇതും അത്ര നല്ല ഒരു സിനാരിയോ അല്ല. അറ്റ്ലീസ്റ്റ് ഒരു 40-45 എബോവ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ബുള്ളിഷ് മൂവ്സ് മാർക്കറ്റിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സിനാരിയോ ഒരിക്കലും മാർക്കറ്റിൽ ഇപ്പോൾ ഇല്ല. ഡെഫിനറ്റ്ലി നമ്മൾ സൈഡ് ലൈൻസിൽ നമ്മുടെ ക്യാഷ് സേവ് ചെയ്തുകൊണ്ട് നമ്മൾ സൈഡ് ലൈൻസിൽ ഇരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് എനിക്ക് തോന്നുന്നു 2026 സെക്കൻഡ് ഹാഫോട് കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാർക്കറ്റിൽ മൂവ്മെൻറ്റ് കിട്ടിയെന്ന്. ബൈ ദാറ്റ് ടൈം എനിക്ക് തോന്നുന്നു ആ സമയം കൊണ്ട്
അറ്റ്ലീസ്റ്റ് 2026 ഫസ്റ്റ് ഹാഫിലെങ്കിലും നിഫ്റ്റിയിൽ നല്ലൊരു കറക്ഷൻ വരണം. എങ്കിൽ മാത്രമേ ഈ ഒരു ടോട്ടൽ സിനാരിയോ ഓഫ് ബ്രെത്തും ഒന്നും കൂടെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ 2026 ബൈ ദ എൻഡ് ഓഫ് 2026 ഒക്കെ ആയിരിക്കാം നമുക്ക് ഈ ഒരു ബുൾ മാർക്കറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത്. മേ ബി സെക്കൻഡ് ഹാഫ് ഓഫ് 2026 സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ടിങ്ങിലും കിട്ടിയെന്ന് വരാം, അറിയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഓഫ് 2026 കുറച്ച് ഇതുപോലെ ചോപ്പ് ചെയ്യാൻ ബെയറിഷ് ആവാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഇത് എൻ്റെ ഒരു അസംഷനാണ്. പക്ഷേ ആസ് സൂൺ ആസ് മൈ അസംഷൻ ചേഞ്ചസ് ഓർ എൻ്റെ ഈ അസംഷന് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് ക്യൂസ് മാർക്കറ്റ്സിൽ നിന്ന് എടുത്തിരുന്നു. ആസ് സൂൺ ആസ് ദോസ് ക്യൂസ് ചേഞ്ചസ് ഞാൻ എൻ്റെ ഈ അസംഷൻ തെറ്റാണെന്ന് ഞാൻ ഡെഫിനറ്റ്ലി അടുത്ത വരുന്ന വീഡിയോസ് വന്ന് കറക്റ്റ് ചെയ്യാൻ പറയും. യു ക്യാൻ ടേക്ക് സ്വിംഗ് ട്രേഡ്സ് ആൻഡ് ദിസ് ഇസ് എ ഗുഡ് ടൈം ഫോർ ട്രേഡിംഗ്. ബട്ട് ആസ് ഓഫ് നൗ നമുക്ക് ഒരു സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. So that's all for today's video. Thank you for watching. Have a nice day.